നാട്ടുംപുറങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വന്തം തട്ടകങ്ങളാണെന്നാണ് വൈപ്പ്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴും അങ്ങനെ ഒരു വിശ്വാസത്തിലായിരുന്നിരിക്കാം LDF. കറകളഞ്ഞ കോൺഗ്രസുകാർ പോലും രഹസ്യമായി അക്കാര്യം അംഗീകരിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ കാറ്റ് മാറി വീശി. എത്ര വലിയ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചാലും പൊതുവെ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾ പോലും വ്യക്തമായി UDFിലേക്ക് ചാഞ്ഞു. തകർന്നടിഞ്ഞെടുത്ത് നിന്ന് എതിരാളികൾക്ക് കണക്ക് കൂട്ടാൻ പോലും ആകാത്തത്ര ശക്തിയോടെയുള്ള UDFിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അത്ര ചെറിയ കാര്യമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തെ ഒപ്പം നിർത്താൻ UDFിന് സാധിച്ചുവെങ്കിൽ അതിനു പിന്നിൽ ഒരു വിജയമന്ത്രമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അനുയായികൾ പുകഴ്ത്തി പറയുന്ന സാക്ഷാൽ സതീശനിസം. ഒരിക്കൽ കൈവിട്ടുപോയ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ദശാബ്ദങ്ങളോളമായി ഇടതുകോട്ട എന്നറിയപ്പെടുന്ന പഞ്ചായത്തുകളുമാണ് UDF വീണ്ടും കൈപ്പിടിയിൽ ഒതുക്കിയത്. പ്രതിപക്ഷത്തെ ശരിയായ വഴിയിലൂടെ നയിക്കുന്നതിൽ സതീശൻ വിജയിച്ചു എന്ന് പാർട്ടിക്കുള്ളിലെ എതിരാളികൾ പോലും രഹസ്യമായി സമ്മതിക്കും. പക്ഷേ വിജയത്തിന് കാരണം ടീം UDF ആണെന്നാണ് സതീശൻ ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഒട്ടും ജനകീയനല്ലാത്തൊരു KPCC അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ UDF തദ്ദേശ തെരഞ്ഞെടുപ്പിന് കച്ച കെട്ടിയിറങ്ങിയത്. പതിവ് പോലെ സർക്കാരിന്റെ വീഴ്ചകളും അഴിമതി ആരോപണങ്ങളും തന്നെയായിരുന്നു UDFിന്റെ തുറുപ്പുചീട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിനെ അപ്പാടെ വിഴുങ്ങിയേക്കാമെന്ന് കരുതിയിരുന്ന വിഷയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്നു വന്ന ബലാത്സംഗ പരാതി. മറ്റേത് പാർട്ടിയാണെങ്കിലും വലിയ പ്രതിസന്ധിയിലാകുമായിരുന്ന ഗുരുതരമായ കേസായിരുന്നു രാഹുലിൻ്റെത്. പക്ഷേ കൃത്യവും ശക്തവുമായ നിലപാടുകളിലൂടെ UDF തുടക്കത്തിൽ തന്നെ രാഹുൽ വിഷയത്തിന്റെ മുന പാർട്ടിയിലേക്ക് നീളാതെ തടഞ്ഞു. രാഹുലിനെതിരെ ആദ്യ ആരോപണം ഉയർന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കിയായിരുന്നു കോൺഗ്രസിന്റെ കരുനീക്കം. കുറച്ചുകാലം നീണ്ട മൗനത്തിന് ശേഷം ഔദ്യോഗികമായി പരാതി കൈമാറിയതോടെ പ്രശ്നം കൂടുതൽ സങ്കീർണമായി. പാർട്ടിക്ക് ലഭിച്ച പരാതി അന്വേഷിക്കാൻ പാർട്ടി കമ്മിറ്റിയെ നിയോഗിക്കാതെ DGPക്ക് കൈമാറിയതോടെ കോൺഗ്രസ് വീണ്ടും ആരോപണങ്ങളുടെ മുനയൊടിച്ചു. രാഹുലിനെതിരെ കേസെടുത്തതിന് പിന്നാലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കി അന്ത്യകർമ്മവും കുറിച്ചു. MLA പദവി രാജിവെക്കുക എന്നത് രാഹുലിന്റെ മാത്രം ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന നിലപാടായിരുന്നു VD സതീശന്റേത്. അക്കാര്യം മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറയാനും പ്രതിപക്ഷ നേതാവ് മടിച്ചില്ല. തെരഞ്ഞെടുപ്പിലുടനീളം പിന്തുടരാമായിരുന്ന പ്രശ്നത്തെ വേരോടെ തന്നെ അറുത്തുമാറ്റിയതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് UDFിന് അനുകൂലമായി. പാർട്ടി നേതാക്കളെല്ലാം നിലപാടിൽ ഉറച്ചു നിന്നതോടെ രാഹുൽ വിഷയം കോൺഗ്രസിനെ ഏശാതെയായി. തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ പരസ്പരം പോരടിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ ഇത്തവണ കാണാനേ ഇല്ലായിരുന്നു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്വാഭാവികമായുള്ള പാർട്ടി മാറ്റങ്ങൾ മാറ്റി നിർത്തിയാൽ കോൺഗ്രസിൽ ഒത്തൊരുമ ഉറപ്പാക്കുന്നതിൽ സതീശൻ വിജയിച്ചു. പല വഴികളിലേക്ക് ചിന്നിച്ചിതറാതെ സർക്കാരിന്റെ വീഴ്ചകളെ ഓരോന്നിനെയും എണ്ണി എണ്ണി ചൂണ്ടിക്കാണിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പതിവ് പോലെ ക്ഷേമ പെൻഷനിലേക്ക് LDF അവകാശവാദം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ മറവിയിലേക്ക് തള്ളാതെ പ്രതിപക്ഷം സജീവമായി നിലനിർത്തി. അനാവശ്യ പ്രസ്താവനകളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് പൂർണ്ണമായും സർക്കാരിനെ വെട്ടിലാക്കുന്നതായിരുന്നു സതീശന്റെ പ്രവർത്തന രീതി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ കണിശമായ നിലപാടുകൾ തന്നെയാണ് സതീശൻ പിന്തുടർന്നു പോകുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ തീരുമാനങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ സതീശന് കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ വിജയം ആവർത്തിച്ചിരിക്കുന്നു. കേരളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശും അടക്കമുള്ളവർ കച്ചമുറുക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലൂടെ അവരെയെല്ലാം ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് സേഫ് ലാൻഡ് ചെയ്തിരിക്കുകയാണ് VD സതീശൻ.